സർപ്രൈസ് ആയോ ഞങ്ങൾ വന്നപ്പോ? അമ്മൂമ്മ ഒരു ഉമ്മയല്ല 100 ഉമ്മ തരും. അമ്മൂമ്മ ക്രിസ്ത്യനും അപ്പൂപ്പ ഹിന്ദുവാ. ഒരു ലവ് മാരേജ്. ഞങ്ങൾ ഈ വഴിയൊക്കെയാണ് പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 2 വർഷമായി കാണും എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മ അടുത്ത് പോയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് സർപ്രൈസ് ആയിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. എനിക്കെന്തോ ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ്. അവർ അച്ചൻകോവിലാട്ടോ, അച്ചൻകോവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ അവർ. ഞാൻ വെളിയിൽ നിന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം 2 ദിവസത്തേക്ക് എനിക്കവിടെ റേഞ്ച് ഇല്ല കേട്ടോ. അവിടെ എനിക്ക് ജിയോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ 2 ദിവസത്തേക്ക് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എക്സൈറ്റഡ് ആണോ? നീയൊക്കെ എവിടെ? 5 മണിയാകുമ്പോൾ ബസ് അവിടെ വരും. ഇനി ഇപ്പൊ കറക്റ്റ് 4:50 ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോവാട്ടോ. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി ഉടനെ വീഡിയോ ചെയ്യാം. ഇനിയിപ്പം ഒരുങ്ങാനൊന്നും സമയമില്ല. ബസ് കയറട്ടെ. ഒരു ഓട്ടോയിൽ ഇത്രയും പേർ കൂടെ പോകാൻ പറ്റൂടാ. പണ്ട് ഞാൻ വെക്കേഷൻ കിട്ടുമ്പം എപ്പോഴും അമ്മൂമ്മ എടുത്ത് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ബാംഗ്ലൂർ പഠിക്കാൻ പോയതിനു ശേഷം അങ്ങനെ അധികം ലീവ് ഒന്നും കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴാട്ടോ പോവാൻ സമയം കിട്ടിയത്. പണ്ട് ഞങ്ങൾ അച്ചൻകോലോട്ട് പോകുമ്പം എപ്പോഴും ആനേനെയും മയിലിനെയും ഒക്കെ കാണാൻ പറ്റുമായിരുന്നേ. ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചാട്ടോ ഇവട്ടം വന്നത്. പക്ഷെ ഇവട്ടം ഞാൻ അതിനെയൊന്നും കണ്ടില്ല. ഞാൻ അമ്മൂമ്മയോട് പറയാതെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയത്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഫോണിന്റെ റേഞ്ച് ഫുള്ള് കട്ടായേ. പക്ഷെ റേഞ്ച് പോയതുകൊണ്ട് അമ്മ നേരെ അമ്മൂമ്മേനെ വിളിച്ചു. പിള്ളേർ അങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ സർപ്രൈസ് ആക്കാൻ വന്ന് ഞാൻ ആരായി? ഞങ്ങൾ നോക്കിയപ്പോ അമ്മൂമ്മ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കാൻ. അമ്മൂമ്മ സർപ്രൈസ് ആയോ ഞങ്ങൾ വന്നപ്പോ? അമ്മൂമ്മ സർപ്രൈസ് ആയില്ലെങ്കിലും എന്നെ കണ്ടിട്ട് വേറൊരാള് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നേ. ഞങ്ങള് പറയാതെ സർപ്രൈസ് ആക്കാൻ വന്നതുകൊണ്ടും അംഗങ്ങൾ കൂടുതലായതുകൊണ്ടും ഫുഡ് നമ്മൾ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ആള് അടിപൊളി ഷെഫാണ്. കുഞ്ഞമ്മ ഉണ്ടാക്കിയ ചിക്കൻ ചുക്കൻ പൊറോട്ട കേട്ടോ ഞാൻ കഴിച്ചു. പോയി കിടന്നോ, ഉറങ്ങിയാ മതി. രാവിലെ ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇവിടെ ഉത്സവം ആയതുകൊണ്ട് ബാക്കിലില്ലേ രാവിലെ മുതൽ ഇങ്ങനെ ഭയങ്കര സൗണ്ടായി ഇതേപോലെ. അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ്. ഇന്ന് കുറേ പരിപാടി ഉണ്ട്. അപ്പം നല്ല മണം വരുന്നു. അമ്മൂമ്മ എന്താ അടുക്കള ഉണ്ടാക്കി നോക്കാം. അമ്മൂമ്മ എന്താ സ്പെഷ്യൽ? എന്താ ഇവിടെ സ്പെഷ്യൽ ആട്ടോ ഇഡലി. ഇങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ വെച്ചിട്ടാട്ടോ ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ല ചൂടോടെ ഇഡലി. അമ്മൂമ്മ ഇല വെച്ചോണ്ടാണോ ഇങ്ങനത്തെ ഷേപ്പ്? ഓ മൈ ഗോഡ്. പക്ഷെ പെർഫെക്റ്റ് ആയി വരാറുണ്ടല്ലേ. പെർഫെക്റ്റ് ഇഡലി ഞാൻ കാണിച്ചു തരാമേ. ഇത് പെർഫെക്റ്റ്. ഓ സോഫ്റ്റ് അമ്മൂമ്മ. ഗായ്സ് എന്താ പരിപാടി? വൈറ്റമിൻ ഡി. ഓ വൈറ്റമിൻ ഡി കൊള്ളാൻ വേണ്ടിട്ട് ഷഹന വൈറ്റമിൻ ഡി കൊള്ളട്ടെ. 10 മണിയുടെ വൈറ്റമിൻ ഡി ആട്ടോ ഇത്. അമ്പലത്തിലൊക്കെ വന്നോണ്ട് ഇവള് എപ്പോഴാ അന്നദാനം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്നദാനം വായിക്കാം. രാവിലെ അമ്മൂമ്മ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു ഇല ഇഡലി സാമ്പാറും ഗ്രീൻ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയതാട്ടോ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ. ഇവിടെ ഫോണില്ലല്ലോ. ഫോണില്ലാതെ നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു 2 ദിവസമാണിത്. എങ്ങനെ പറ്റുന്ന അമ്മൂമ്മ ഫോണൊന്നും ഇല്ലാതെ ഇങ്ങനെ? ഇവിടെ മാങ്ങാമരം ഉണ്ട്, തേങ്ങാമരം ഉണ്ട്, എല്ലാ മരവും ഉണ്ട്. ഇവിടെ സീസൺ ആകുമ്പോ നിറയെ മാങ്ങയാടാ. ഇവിടെയൊക്കെ സീസൺ ആകുമ്പോ ഇവിടെ രാത്രി പന്നി ഇറങ്ങും കേട്ടോ. പന്നി ഇറങ്ങി അമ്മൂമ്മയുടെ അമ്മൂമ്മയ്ക്ക് കോഴിക്കൃഷിയൊക്കെ ഉണ്ട് അവിടെ. അമ്മൂമ്മയുടെ കോഴിക്കൃഷി എല്ലാം ഈ പന്നി എന്ത് ചെയ്യും? വന്നിട്ട് നശിപ്പിക്കൂടി ഈ പന്നി. അല്ല അമ്മൂമ്മ മറ്റേ പന്നിക്ക് വേണ്ടി വളർത്തുന്നതാ ഈ കോഴീനെ. എന്നും കാണാൻ പറ്റൂ കേട്ടോ. ഇവിടെ മയിലൊക്കെ വരും കേട്ടോ. എന്തായാലും ഫോണും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് വല്ല സാറ്റോ പണ്ടത്തെ എന്തെങ്കിലും കളിക്കാം. തൊട്ട് കളി, സാറ്റ് അങ്ങനെ എന്തെങ്കിലും കളിക്കാം. ഉച്ചയായോണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ. അല്ലെങ്കിൽ ഞങ്ങൾ ആറ്റിലൊക്കെ കുളിക്കാൻ പോകണമെന്ന് വിചാരിച്ചു. ഇപ്പൊ വൈകിട്ട് പോകാന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്കാണ്ട് വെയിലല്ലേ. സാറ്റും എല്ലാം കളിക്കാൻ വിചാരിച്ചു. ഫോണൊന്നും ഇല്ലല്ലോടാ. മൂവിയൊക്കെ ഡൗൺലോഡ് ആയിട്ടാണോ വന്നത്? ഏതാ സിനിമ? ഞാനുണ്ട്. മൂവി കണ്ടിട്ട് വന്ന് നമുക്ക് സാറ്റ് കളിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് വൈകിട്ടാവും. അങ്ങനെ ഇന്നത്തെ സമയം നമുക്ക് ഫോണില്ലാതെ പോവാം. ഒരു സംഭവം കേൾക്കണോ? അമ്മൂമ്മ ക്രിസ്ത്യനും അപ്പൂപ്പ ഹിന്ദുവാ. ഒരു ലവ് മാരേജാ. അമ്മൂമ്മ നിങ്ങളുടെ ലവ് സ്റ്റോറി പറയണേ അമ്മൂമ്മ. നിങ്ങൾക്കില്ലേ അമ്മൂമ്മയുടെ അപ്പൂപ്പേന്റെ ഇന്റർകാസ്റ്റ് ലവ് സ്റ്റോറി കേൾക്കണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. വലിയൊരു ലവ് സ്റ്റോറി. എന്റെ തലയിൽ എന്തെങ്കിലും ഉണ്ടോ? തലമുടി ഉണ്ടെന്ന്. തലയിൽ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോ അങ്ങനല്ല അമ്മൂമ്മ. പേനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അമ്മൂമ്മ എന്തും എന്റെ മുടി കുറച്ച് നേരമായിട്ട് ചെയ്യുന്നേ. കണ്ണാടി എന്തിനാ വെച്ചിരിക്കുന്നേ? ഞാൻ വൈറ്റമിൻ ഡി കൊള്ളട്ടെ.
കുറേ നാളായി വെയിലൊക്കെ കൊണ്ടിട്ട്, അപ്പോൾ കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കൊള്ളാം. ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ടി വി കാണാൻ വരുന്നു, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇത് നോക്ക്, ഇത് ഞാനും എൻ്റെ ചേട്ടനും. ഇത് കണ്ടോ, പണ്ടത്തെ താരമായിരുന്നു. ഇത് അപ്പൂപ്പൻ, ഇത് അമ്മൂമ്മ. നോക്കിക്കേ, അപ്പൂപ്പൻ എന്ത് രസാ. BSNL ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് കിട്ടേ. അപ്പം ഇത് അമ്മൂമ്മയുടെ ഫോണാട്ടോ, പണ്ടത്തെ ഫോണാണ്. ഇപ്പൊ 5 വർഷമായി. പണ്ട് അമ്മൂമ്മ എന്തോ 750 രൂപയ്ക്ക് എന്തോ മേടിച്ച ഫോണാണ്. ഇപ്പൊ 5 വർഷമായിട്ട് ഞാൻ ഏതൊക്കെയോ ഫോൺ, എൻ്റെ ടച്ച് ഇപ്പോഴത്തെ ഫോണൊക്കെ എൻ്റെ എപ്പോഴും കംപ്ലൈന്റ് ആവും. പക്ഷെ ഈ നോക്കിയോ എന്ന് പറഞ്ഞ സംഭവം അടിപൊളിയാട്ടോ. 5 വർഷമായിട്ടും ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഈ ഫോൺ അടിപൊളിയാണ്. അപ്പൊ വീട്ടിലോട്ട് നമുക്ക് ഈ ഫോണിൽ നിന്നൊന്ന് വിളിക്കാം. ഇപ്പൊ നല്ല റേഞ്ച് വന്നിട്ടുണ്ട്. കപ്പ ഹോസ്റ്റലിൽ ഞാൻ പഠിച്ചൊരു സംഭവം ആട്ടോ, വീട്ടിലെ ഫുഡിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഹോസ്റ്റലിൽ പോകുന്നതിന് മുന്നേ വരെ ഇതിനൊന്നും ഇത്ര ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. ഈ കപ്പയൊക്കെ എനിക്ക് പുച്ഛമായിരുന്നു. അപ്പം ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പം നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ സാരി ഉടുത്തോണ്ടാട്ടോ പോകുന്നത്. അപ്പൊ സാരി ഇവിടെ സെലക്ട് ചെയ്തോണ്ടിരിക്കുക. സാരി സെലക്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഈ സാരിയാ? ഇപ്പൊ എങ്ങോട്ടാ പോന്നേ? ആറ്റി പോവാണ് ഗൈസ്. നമ്മൾ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണ്ടേ? കുറച്ച് കുളിക്കാം. ഞാനും കുളിച്ചില്ലെന്ന് പറയരുത്, കുളിക്കാൻ പോവാണ്. നെറ്റും ഫോണും ഒന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. നെറ്റ് ഇല്ലാത്തോണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങിയതാട്ടോ. ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങള് കണ്ടത് ഒരു പാമ്പിനെയാണ്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടു മുന്നിലാട്ടോ ഈ പാമ്പ് വന്നത്. പാമ്പിനെ പിടിക്കാൻ വേണ്ടിട്ട് റെസ്ക്യൂ ടീം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. എടാ കുരങ്ങ്, ഇന്ന് നെറ്റ് ഇല്ലാഞ്ഞ ഭാഗ്യം. ഇന്ന് നെറ്റ് ഇല്ലാത്തോണ്ട് ഞങ്ങൾ പ്രകൃതി കണ്ടു, ഞങ്ങൾ ഇവിടുത്തെ കുളം കണ്ടു, എന്തൊക്കെ കണ്ടു. ഗിയറും ബേക്കും. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ ലക്ഷ്മി? എനിക്ക് എന്തെങ്കിലും സ്വിമ്മിങ് അറിയാം, ഡ്രൈവിംഗ് അറിയാം. പക്ഷെ ഡ്രൈവിംഗ് മറന്നുപോയി. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷെ ഒരു വട്ടം ക്ലച്ച് ഗിയർ ബ്രേക്ക് എവിടാന്ന് കാണിച്ചാൽ എനിക്ക് ഇപ്പോഴും ഓടിക്കാൻ പറ്റും. നീന്താൻ അറിയില്ല. ഇവരോട് വഴി ചോദിക്കാം, എങ്ങോട്ടാ കുളിക്കാൻ പോണ്ടേന്ന്. ചേച്ചി എവിടെയാ, എങ്ങോട്ടാ കുളിക്കാൻ പോണ്ടത്? ഇതാണ് എന്റെ സ്വന്തം അമ്മയുടെ അനിയത്തിയാണ്. കാണാൻ കൊച്ചാ. കുളിക്കാൻ പോവാം അല്ലേ? കുഞ്ഞമ്മ ഒന്ന് തേച്ചരച്ച് കുളിപ്പിക്കട്ടെ. ബാംഗ്ലൂരിലെ പശുക്കടയൊക്കെ മോസ്റ്റ് ഓഫ് ദി നെയിം ലക്ഷ്മിനാ. ഞങ്ങൾ ഈ വഴിയൊക്കെയാണ് പോകുന്നത്. കുഞ്ഞമ്മ ഞങ്ങളെ എങ്ങോട്ടോ കൊണ്ടുപോവാട്ടോ. കുഞ്ഞമ്മ എങ്ങോട്ട് പോകാൻ പറയുന്നു അങ്ങോട്ട് ഞങ്ങൾ പോകും. കാരണം കുഞ്ഞമ്മയ്ക്ക് അറിയില്ല കാട്ടിന്റെ വഴി. ഞങ്ങള് മാപ്പ് ഇത്. ഇനി അടുത്ത് എങ്ങോട്ടാ പോണ്ടത്? താഴോട്ട് പോക്കോ? ഇങ്ങോട്ടേക്കോ? ഓ, അടുത്ത ഷഹാന. എടാ എന്നെ കൂടെ കൊണ്ടുപോടാ. സ്വിമ്മിങ് ചാലഞ്ച് വെച്ചാലോ? നടന്നിട്ടുള്ള ചലഞ്ചാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ കൊണ്ട്, കൊറോണ സമയത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കയാലെ പിടിച്ച് മേടിച്ച സർട്ടിഫിക്കറ്റ്. ഷഹാന നീ നീട്ടി കാണിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് കാണുന്നുണ്ടെങ്കിൽ അതാവുമ്പോ നാളെ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് മറ്റേ വെള്ളം കാണാത്ത പിള്ളേരെ പോലെയായിരുന്നു. ഏറ്റവും കൂടുതൽ സമയം മുങ്ങിക്കിടക്കുന്ന ചലഞ്ച് ഒക്കെ വെച്ച് കേട്ടോ. മുങ്ങിക്കിടന്ന് ചെവിയിലും മൂക്കിലും എല്ലാം നല്ലോണം വെള്ളം കേറിയിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ട് മീൻപിടുത്തമൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ കുളിച്ചിട്ട് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് വന്നേ കേട്ടോ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇത്രയും നേരം കുളിക്കുന്നത്. 2 മണിക്കൂർ ഞങ്ങൾ അവിടെ കുളിച്ചു. കുഞ്ഞമ്മയുടെ ഇങ്ങോട്ട് വന്നപ്പം എന്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ വന്ന് എന്റെ അടുത്ത് പറയാ, കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മൂമ്മ നല്ല ചൂട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിപ്പിളിപ്പൊടിയോ? ഇത് ഞങ്ങളുടെ അവിടെ ഇതിന് പക്കോടയാട്ടോ. ഇത് ചിപ്പിളിപ്പൊടിയാണോ പക്കോടയാണോ കമന്റ് ചെയ്യണോ നിങ്ങള്. ഇനിയിപ്പൊ ഞങ്ങൾ ഒരുങ്ങി അമ്പലത്തിലോട്ട് പോവാട്ടോ. അവിടെ പോയി ഉത്സവം നടക്കുവാണ്. അപ്പം അവിടെ പോയി രാത്രി എന്തൊക്കെയോ അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. ഇനി പോയി കിടന്ന് ഒരുങ്ങട്ടെ. നമ്മൾ ഒരുങ്ങി കഴിഞ്ഞു. അവരൊക്കെ സാരി ആട്ടോ കൊടുക്കുന്നത്. അപ്പൊ അത് കുറച്ച് ലേറ്റ് ആവും. പക്ഷെ ഞാനാട്ടോ ഇന്ന് എന്നും ഞാനായിരിക്കും കേട്ടോ ലാസ്റ്റ് ഒരുങ്ങുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ഫസ്റ്റ് ഒരുങ്ങി കഴിഞ്ഞു. കാരണം അവര് സാരി കൊടുക്കുന്നത് എങ്ങനെയുണ്ട്? ഇങ്ങനെ മുറിയൊക്കെ അടിപൊളിയായിട്ടല്ലേ കിടക്കുന്നത്. ഇതാട്ടോ എന്റെ അനിയനാ. ഇപ്പൊ നിന്നെ കണ്ടാൽ എന്റെ ചേട്ടനായിട്ട് തോന്നും. ഞാൻ ഇങ്ങനെ കൈവെള്ളൽ എടുത്തോണ്ട് നടന്ന ചെറുക്കനാ. ഇപ്പൊ എന്നെക്കാളും വലുതായോ? നീ എന്തിനാണ് ഇത്ര വലുതായത്? നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ തനിയൻ? നമ്മളെക്കാളും നീളവും പൊക്കവും വണ്ണവും ഒക്കെ ആയിരിക്കും നമ്മുടെ അനിയനായിരിക്കും. പക്ഷെ കണ്ട നമ്മുടെ ചേട്ടനാണ് പറയത്തുള്ളൂ. ഇങ്ങനത്തെ അനിയന്മാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഇത് നോക്കിയേ, എന്റെ ടീഷർട്ട് അമ്മമ്മേന്റെ സാരി. ടീഷർട്ടിലാട്ടോ ഇവള് സാരി സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. കൊള്ളാടാ, നല്ല ഭംഗിയുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഉത്സവം കാണാൻ പോണത്. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല അമ്പലത്തെ ഉത്സവം കാര്യമൊന്നും. അമ്പലം നമ്മുടെ വീടിന്റെ
തൊട്ടടുത്താട്ടോ. ഉത്സവമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങള് രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴാട്ടോ അമ്പലത്തിലോട്ട് വന്നത്. തിരക്കൊന്ന് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഞങ്ങള് പിന്നെ പർച്ചേസിംഗ് ആയിരുന്നു. എത്രയൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ ഉത്സവത്തിന് വന്നിട്ട് എങ്ങനെയാടാ പൊട്ടും വളയും ഒക്കെ മേടിക്കാതെ പോകുന്നത്. പണ്ട് ഉത്സവത്തിന് വന്നപ്പം 5 രൂപയ്ക്ക് മേടിച്ച പൊട്ടൊക്കെ ഇപ്പൊ ഒന്ന് 20 രൂപയായി. കുറച്ച് വില കൂട്ടിയെങ്കിലും പണ്ടത്തെ പോലെ തന്നെയാ ഉത്സവമൊക്കെ. പണ്ടൊക്കെ അമ്മയായിട്ട് ഉത്സവം കാണാൻ വരും. ഇങ്ങനത്തെ കടയിന്റെ ഫ്രണ്ടിൽ എത്തുമ്പം എനിക്കൊരു കരച്ചില്ല. എനിക്ക് അവിടുന്ന് എന്തെങ്കിലും മേടിക്കണം. പണ്ട് ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്ന ബാർബിയുടെ ഫോണൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് കുറെ നാളായി. ബാർബി ഫോൺ. ഇവിടെ കയ്യില് മെഹന്തി അടിക്കുന്ന ഒരു സംഭവം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നേ. അവിടെ കയറി ഞങ്ങൾ രണ്ടുപേരും കൈ ഫുള്ള് മെഹന്തി അടിച്ചു കേട്ടോ. 50 രൂപയെന്ന് പറഞ്ഞ കേട്ടോ ചേട്ടൻ അടിച്ചത്. അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു കൈക്ക് 100 രൂപ വെച്ചിട്ടാട്ടോ ചേട്ടൻ മേടിച്ചത്. എന്തായാലും 100 രൂപയ്ക്ക് അടിച്ചതല്ലേ. ഇനിയും കുറച്ച് ഷോ കാണിക്കാം. ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ വളയും പൊട്ടും പോലെ തന്നെയല്ലേ അവിടുന്ന് ഒരു സർബത്ത് കുടിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാന്ന് വെച്ച് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ സാധനം ആട്ടോ മേടിച്ചത്. ഞാൻ മറ്റേ പൊട്ടറ്റോ കമ്പി ചുട്ടി തരത്തില്ലേ, ആ സാധനം ആട്ടോ മേടിച്ചത്. ഓരോരുത്തരും ഓരോന്ന് മേടിച്ചിട്ട് ഞങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടാട്ടോ കഴിക്കുന്നത്. ഒരു ഫുഡും വായി വെക്കാൻ കൊള്ളില്ല. ഓരോരുത്തരും ഓരോന്ന് വെച്ച് മേടിച്ചത് നന്നായി. ഇങ്ങനെയാണ് ഇത്ര നാള്, ഇപ്പൊ ഇങ്ങനെയാ. ഞങ്ങൾ ഇനി ഇവിടെ റൈഡിൽ കയറാൻ വന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ റൈഡും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ഉണ്ടെങ്കിലും ഞാൻ ചാടി പിടിച്ച് കയറാറുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടെ വലിയ ആളായിട്ട് ഏറ്റവും ബാക്കിൽ പോയി കയറിയതാട്ടോ. ഈ ഊഞ്ഞാൽ ഇങ്ങനെ മേലോട്ട് ആടുമ്പം വയറ്റിലൊരു കാന്തലാണ്. ഞങ്ങൾ ആരോടും പറയാതെ ഓടി വന്ന് റൈഡിൽ കയറിയതാട്ടോ. കുഞ്ഞമ്മ അവിടെ ഞങ്ങളെ തപ്പി നടക്കും. തപ്പി വന്നയാ പാവം കളന്ന് ഞാൻ. കൊച്ചിന് ട്രാൻസ്ഫോർമേഷന്റെ ഒരു കഥയില്ലേ? എത്ര 108 കിലോ നിന്ന് ഇപ്പൊ എത്രയായി? 94 കിലോ. അത്ര വരെ ട്രാൻസ്ഫർ. പണ്ടത്തെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരണം വെച്ചാ. ജിമ്മാണ് ആള്. എങ്ങനെയുണ്ട്? ആണോ? എന്റെ അമ്മയുടെ അനിയത്തെ കെട്ടിച്ചു വിട്ട അച്ചൻകോയിലാട്ടോ. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ രാത്രി ഇങ്ങോട്ടാട്ടോ ഫുഡ് കഴിക്കാൻ വന്നത്. ഇനി ഫുഡ് എല്ലാം കഴിച്ചിട്ട് 12 മണിയാകുമ്പം കറുപ്പൻതുള്ളൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഞങ്ങൾ അത് കാണാൻ പോവാട്ടോ. ഇത്രയും ആളുകളും ഈ ഒരു തുള്ളൽ കാണാനാട്ടോ വന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് ആട്ടോ ഈ കറുപ്പൻതുള്ളൽ എന്ന് പറയുന്നത്. ഞാൻ പണ്ട് ഇത് കാണാൻ വന്നിട്ടുണ്ട്. അന്ന് വാള് വെച്ച് തുള്ളുന്ന കണ്ടപ്പം എനിക്ക് പേടിയായി. ഞാൻ തീരുന്നവരെ കണ്ണടച്ചോണ്ടാട്ടോ പണ്ട് നിന്നിരുന്നത്. വർഷത്തിൽ 10 ദിവസം മാത്രമായിരിക്കും കേട്ടോ നമുക്ക് ഈ കറുപ്പന്നുള്ളൽ കാണാൻ പറ്റത്തുള്ളൂ. അവിടുത്തെ തുള്ളലൊക്കെ കണ്ടിറങ്ങി ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ കേറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നാടകവും ഡാൻസും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു രാത്രി ഫുള്ള് നമുക്ക് ഇന്ന് ഉറങ്ങാതെ നാടകവും ഡാൻസും ഒക്കെ കണ്ടോണ്ടിരിക്കാം. ഞാൻ വർഷങ്ങളായിട്ടോ ഇങ്ങനെ നാടകമൊക്കെ കണ്ടിട്ട്. ഞങ്ങൾ എല്ലാ പ്രോഗ്രാമും കണ്ടു തീർത്തിട്ടാട്ടോ വീട്ടിൽ വന്നത്. ഞങ്ങള് തിരിച്ചു പോവാട്ടോ. അതായിട്ടോ ഒരുങ്ങി വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഒരു 4 മണിയൊക്കെ ആയി വന്നപ്പോൾ ഞങ്ങൾ നാടകവും പാട്ടും എല്ലാം കേട്ടാട്ടോ വന്നത്. ഇന്നലെ ഒരു 2 മണിക്കൂറേ ഉറങ്ങാൻ പറ്റിയുള്ളൂ. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളേ? എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോ? നല്ല സന്തോഷം. അച്ഛോ അയ്യോ, അമ്മ പ്രസംഗം പറയുന്ന പോലെ. ഇപ്പൊ ഞാൻ പോവുകയാണെങ്കിലും അമ്മമ്മ അടുത്ത ആഴ്ച വരും, വീട്ടിലോട്ട് വരും. അമ്മമ്മ ഇടയ്ക്കിടയ്ക്ക് വരും. കാരണം ഇവിടുന്ന് പുനലൂരോട്ട് വന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നത്. ഇവിടെ പോകുമ്പോൾ എന്തോ ഭയങ്കര സങ്കടം. കാരണം നമ്മുടെ എല്ലാവരുടെയും ഒരു ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുന്നത് അമ്മൂമ്മയുടെ അപ്പൻ്റെ വീട്ടിലായിരിക്കുമല്ലോ. അതേപോലെ എൻ്റെ ഒരു കുട്ടിക്കാലം ഫുള്ള് ഇവിടെ ആയിരുന്നു. കാരണം 2 മാസം വെക്കേഷൻ കിട്ടിയാൽ പിറ്റേന്ന് അമ്മ അച്ഛനും ഒക്കെ ജോലിക്കായതുകൊണ്ട് 2 മാസം വെക്കേഷൻ കിട്ടുമ്പോൾ പിറ്റേന്ന് ഞാൻ ഇറങ്ങും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആയിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലം മുഴുവൻ എന്ന് പറയാം. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലം. അതുകൊണ്ട് ഇവിടെ എനിക്ക് ഒരുപാട് മെമ്മറീസും. ഇവിടെ ഞാൻ മെലിഞ്ഞായിരിക്കും കേട്ടോ അപ്പൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് വരുന്നത്. പക്ഷെ ഞാൻ പോകുമ്പോൾ 2 മാസം തിന്ന് വണ്ണം വെച്ചിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോഴേ 2 ദിവസം ആയതേ ഉള്ളൂ വന്നിട്ട്. അയ്യോ, എന്നെ ഒരു ഇച്ചിരി സമയം പോലും വെറുതെ ഇരുത്തിയില്ല. അത്രയ്ക്ക് ഫുഡ് തന്ന് തീറ്റിക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടാട്ടോ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ പോകുമ്പോൾ എന്തോ ഭയങ്കര സങ്കടം. അപ്പൂപ്പ അങ്ങനെ അധികം വീഡിയോയിലൊന്നും വരത്തില്ല കേട്ടോ. അമ്മൂമ്മേനെ പോലെയല്ല, കുറച്ച് ഇൻട്രോവേർട്ട് അപ്പൂപ്പൻ. ചാച്ച പറ. 3 പേരും അൺഎക്സ്പെക്ടഡ്ലി മാച്ചിങ് ഇട്ട് പോയി. എങ്ങനെയാ പാന്റ് വരും മാച്ചിങ് പാന്റ് ഡ്രസ്. ചേച്ചി പോവാടാ. ഇപ്പൊ നമ്മള് പോവാട്ടോ. ടാറ്റ.